അസ്സലാമലൈക്കും. മാബിൻഡാക്കിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചൂടൊക്കെ നല്ല പോലെ അല്ലേ എല്ലാവർക്കും? ഇവിടെയൊന്നും മഴ തന്നെ പെയ്തിട്ടില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്നറിയാം. ഒരു അച്ചാറിടാന്ന് വിചാരിച്ച്. അത് മാങ്ങയൊന്നും അല്ല കേട്ടോ, സ്രാവ. ഇതാ ഒരു 1/2 കിലോ സ്രാവ് കിട്ടി. അപ്പോൾ അത് അച്ചാറിട്ട് വെക്കാൻ വിചാരിച്ച്. എന്നാൽ പിന്നെ നമ്മൾ എപ്പോഴും മീനിങ്ങനെ വാങ്ങാൻ പോവും വേണ്ട, ഒരു മീനും കുണവുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അച്ചാറുമായി മീനുമായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതാ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എണ്ണയിലാട്ടോ ഇടണ. എണ്ണ ഇത് നമുക്ക് ആദ്യം ഒന്ന് പൊരിച്ച് കോരി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ സ്രാവ് പിന്നെ ഇന്നലെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചേന്ന് കേട്ടോ. ഇതിൻ്റെ ഉപ്പ് നല്ലപോലെ കളയണം. എന്നിട്ട് പിറ്റേ ദിവസം ആദ്യം ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിടുക. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുത്താണേ. നമുക്ക് ഇതിലൊന്ന് പൊരിച്ചെടുക്കണത്. അപ്പം എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതെന്തായാലും ഒരു ട്രിപ്പിന് വേവില്ല കേട്ടോ. കുറേശ്ശെ പൊരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അളവിനനുസരിച്ച് ഒക്കെ ശരിയാക്കി ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് ഒന്ന് പൊരിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷേ പൊരിച്ചെടുക്കുമ്പം കുറച്ച് തോനെ ഉണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് കഞ്ഞിക്കും ചോറിനൊക്കെ കൂട്ടാനും പറ്റും. നമ്മളിപ്പോൾ വെറുതെ മീൻ വാങ്ങിയിട്ട് കളയാൻ നിൽക്കണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങട്ട് വെക്കാൻ വിചാരിച്ച് കുറച്ച് മീൻ വാങ്ങി, ഒന്നിനും പറ്റൂല ഇനി. അപ്പം വിചാരിച്ചെന്നാൽ ലേശം ഇതുപോലെ ഉണക്കമീൻ കൊണ്ടുവന്ന് അച്ചാറിട്ട് വെച്ചാൽ നമുക്ക് മീനുമായി അച്ചാറുമായി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വെന്തിട്ട് ഇങ്ങനെ കുറേശ്ശെ അതിങ്ങനെ ഇട്ട് വേവിച്ച് കോരിയെടുക്കുക കേട്ടോ. നല്ല ഞെരിയണേ. അപ്പോൾ അത് എടുക്കാനായിട്ടോ. ഇതുണ്ടോ, ഇതുപോലെ ഞെരിഞ്ഞ് വരണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പം കുറച്ച് വെളുത്ത കളറാണ്, പക്ഷെ അത് നല്ല ചുമന്ന കളറായില്ല. ഇതുപോലെ എടുക്കുക. കാരണം നമ്മളിനി ഇത് വേവിക്കൂലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് നല്ല പോലെ ഒന്നാണ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളത് കോരിയെടുത്തു. ഇനി രണ്ടാമതിടുക. ഇതൊന്ന് അതുപോലെ ആയി എടുക്കട്ടെ. ഇതുപോലെ ഞാനിത് മുഴുവൻ ഇനി പൊരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി കാണിക്കുള്ളേ. ഇപ്പോൾ ഇതാ എല്ലാം പൊരിച്ച് കോരിയെടുത്തോ. ഇത്രയും ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അത്രയും കണ്ടിട്ട്. പക്ഷെ അത് പൊരിഞ്ഞ് വരുമ്പോൾ അങ്ങനെ ഇട്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ എണ്ണ ഉണ്ട്. ഇതുണ്ടോ, ഇതിൽ ഈ എണ്ണയൊക്കെ തന്നെ നമുക്ക് എന്താണ് ഇഞ്ചി ചെറിയൊരു കഷ്ണം, ഇത്ര നീളമുള്ള കഷ്ണം, ഒരു വിരൽ നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇട്ടെടുത്ത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മളൊരു 1/2 കിലോനിക്കുള്ളതാണ് കാണിക്കണത്. ഒന്നും പൊരിഞ്ഞ് കിട്ടട്ടെ. എന്നിട്ട് ഇതും കൂടി ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് വാടി വന്നിട്ടോ. ഇതുണ്ടാവും പച്ചമുളകിൻ്റെയൊക്കെ കളറ് മാറിയിട്ടുണ്ട്. ഇതാ ഞാനിപ്പോൾ കുറച്ചധികം പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം മുളക് ഇട്ടത്. പക്ഷേ ഇത് എരിവ് അങ്ങനെ അധികമൊന്നുമില്ല, പാകത്തിന് എരിവുള്ള ഒരു മുളകാട്ടോ അത്. അപ്പോൾ നിങ്ങൾ എരിവിനൊക്കെ അനുസരിച്ച് മുളക് പൊടി മുളകൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ ഞാനിത് തീ ഓഫാക്കിയില്ലേ. ഇനി മുളക് പൊടി ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി
മഞ്ഞൾപ്പൊടി ഇട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ചൊന്നും അധികം അയച്ചിട്ട് കുഴപ്പമില്ല, മീനച്ചാറായതുകൊണ്ട്. എന്നാലും അധികം ആവും വേണ്ട, തോന കൂടി പോവും വേണ്ട, ആ രീതിയിൽ. അപ്പോൾ ഞാൻ തീ ഓഫാക്കി ഈ ചട്ടീൻ്റെ ചൂടിലിട്ടതാട്ടോ അത്. അപ്പോൾ അതാ മുളകൊക്കെ വാടി സുർക്കത ഈ ഒരു കുഞ്ഞി പാത്രത്തിന് ഒരു പാത്രം, കാരണം നമ്മൾ വെള്ളം ഒഴിക്കില്ല കേട്ടോ. പിന്നെ അത് പുളിയില്ലാത്ത സാധനമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീയൊന്ന് കത്തിക്കാം. കായപ്പൊടി, ഇത് നല്ല കായ കേട്ടോ. പിന്നെ നല്ല വില കൂടുതലാണ്, 170 റുപ്യ അതിന് കേട്ടോ. അപ്പോൾ അത് കുറച്ചിട്ടാൽ മതിയാവും. ഇത് ഈ മീനൊന്ന് ശരിയാക്കി എടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ, കാരണം നമ്മൾ ഉപ്പ് കുറേ കളഞ്ഞതാണല്ലോ. അതുകൊണ്ട് കുറച്ച് ഈ മുളകിനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് കുറച്ചിടുക. നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ, തോനെ വാരിയിടരുത്. ഈ സുർക്കയൊക്കെ ഒഴിച്ചതുകൊണ്ട് കുറച്ചൊരു ഉപ്പ് വേണ്ടി വരും. നമുക്ക് ഇതിൽ ഉലുവയും കടുകും പൊടിച്ച് ഇടാണ്ട് കേട്ടോ. ഇത് പൊടിച്ച് വെച്ചതാണേ, ഉലുവ കടുക്. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിനും പറ്റും, കഞ്ഞിക്കും പറ്റും കേട്ടോ, എല്ലാത്തിനും പറ്റും. കപ്പ ഉണ്ടെങ്കിൽ അതിക്ക് കൂട്ടാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വെറുതെ പറയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ തന്നെ ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഉപ്പിപ്പത് മതി, അധികം ആകണ്ട. അപ്പോൾ അതാണ് നമ്മളെ അച്ചാറ്, സ്രാവച്ചാറ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണ്. നിങ്ങളെല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യം മുതൽ അവസാനം വരെ കാണണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.